ഞാൻ വേദിയിലേക്ക് കടന്നു വന്ന സമയത്ത് തന്നെ ഞാൻ പ്രിയപ്പെട്ട ആസിഫിയുടെ അടുത്ത് പറഞ്ഞു, ബണ്ണിയുടെ ശബ്ദം ആദ്യമായിട്ട് നേരിൽ കേൾക്കുന്നുണ്ട്. Now, ladies and gentlemen, with a big round of applause, let us welcome the very own ആസിഫിക, നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ആസിഫ് അലി. എൻ്റെ ഒരു സിനിമയ്ക്ക് ആദ്യമായിട്ടാണ് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ടൈറ്റിലാവുന്നത്. One, and here we go. സൺഡേ ഹോളിഡേ സിനിമ റിലീസ് ചെയ്തിട്ട് കൃത്യം 9 വർഷം തികയാണ്. എടാ മോനെ, സ്നേഹമെന്ന് പറയുന്നത് ഒരു തോന്നലാണ്. നമ്മൾ തേച്ചിട്ടങ്ങ് പോവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അതാണ് നമ്മൾ ജീവിതം. ജിസ്ജോയ് ആസിഫ് അലി കോമ്പിനേഷനിൽ നടക്കുന്ന എന്തോ മാജിക്കിനെ പറ്റിയിട്ട് പറയുന്നതാണ്. അതൊരു വലിയ ടെൻഷനും വലിയൊരു റെസ്പോൺസിബിലിറ്റിയും ആയി മാറി. Ladies and gentlemen, today we are here to witness the coming together of the incredible creative forces of the Malayalam film industry, the ever versatile actor Asif Ali, and the wonderful and beautiful storyteller Gisjoy. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. ആദ്യമേ തന്നെ പറയട്ടെ, 7ാമത് സിനിമയിലേക്ക് അങ്ങനെ എത്തി നിൽക്കുകയാണ്. ഡയറക്ടർ, റൈറ്റർ എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് കൂടെ തന്നെ പറയേണ്ട ഒരുപാട് ടൈറ്റിൽസ് ഉണ്ടല്ലേ. റൈറ്ററാണ്, ഡയറക്ടറാണ്, ആഡ് ഫിലിം ഡയറക്ടറാണ്, ഡബിങ് ആർട്ടിസ്റ്റാണ്, ലിറിസിസ്റ്റാണ്, വാട്ട് നോട്ട്. കൈവച്ച മേഖലകളിലെല്ലാം തൻ്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള താരമാണ്. ആൻഡ് ലൈക്ക് എ സെഡ്, സിനിമ കാണുമ്പോൾ മാത്രമല്ല നമുക്ക് ആ ഒരു പോസിറ്റിവിറ്റി തോന്നുന്നത്. എപ്പോൾ ജിസ്ജോയ് സാറിനെ കണ്ടാലും നമ്മുടെ ഉള്ളിൽ ഭയങ്കര സന്തോഷമാണ്. സാറ് സംസാരിക്കുന്നത് കേട്ടിരിക്കുമ്പോഴും അത്രത്തോളം റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് വി ക്യാൻ ഓൺലി ഇമാജിൻ അബൌട്ട് ദ മാജിക് ദാറ്റ് യു ആർ ബ്രിങ്ങിങ് ടു ദ ഫിലിം. എക്സൈറ്റഡ് ആണ് മുഖത്ത് നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും എന്താണ് ഇപ്പോൾ പറയാനുള്ളത് സർ? ഓവർ ടു യു. ഹായ്, ഗുഡ് ഈവനിങ്. എൻ്റെ ഒരു സിനിമയ്ക്ക് ആദ്യമായിട്ടാണ് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ടൈറ്റിലാവുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത ഈ സിനിമയ്ക്കുണ്ട്. സാധാരണ എല്ലാ സിനിമയും, എനിക്ക് കഴിഞ്ഞ 6 സിനിമയും ഷൂട്ട് കഴിഞ്ഞ് പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്തായിരിക്കും ടൈറ്റിൽ ഇടാറുള്ളത്. അപ്പോൾ ഇത്തവണ അത് മാറ്റി കുറച്ച് കഴിഞ്ഞ് ഒരു 10 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്ത് മിനിസ്റ്റർ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ ലോഞ്ച് ചെയ്യാവുന്നതാണ്. ഉറപ്പായിട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത്രയും അധികം ആൾക്കാർ ഇവിടെ ഉണ്ടാകും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്നെ ഏൽപ്പിച്ച കാര്യം മറ്റാരും ഏറ്റെടുക്കാനില്ലാത്തതുകൊണ്ടാണ് സ്വാഗത പ്രസംഗം ഞാൻ ഏറ്റെടുത്തത്. ഉറപ്പായിട്ടും കുറേ പേരുടെ പേരുകൾ ഞാൻ വിട്ടുപോകുമെന്ന് ആദ്യമേ തന്നെ ജാമ്യം എടുക്കുകയാണ്. ആദ്യമായി എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും, നവമാധ്യമ സുഹൃത്തുക്കൾക്കും എത്തിച്ചേർന്നതിന് എത്രയോ നേരം മുമ്പ് 5 മണി മുതൽ എല്ലാവരും ക്യാമറ വെച്ച് റെഡിയായിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം പറയുകയാണ്. ഇവിടെ വന്നുകൂടിയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും, മറ്റെല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ എൻ്റെ ഫാമിലി ഉണ്ട്, പാരൻസ്, കുടുംബം എല്ലാവരും ഉണ്ട്, അവർക്കും സ്വാഗതം പറയുന്നു. പിന്നെ ഞാൻ ഇന്ന് ഇവിടെ പറഞ്ഞു തുടങ്ങേണ്ടത്, ഒഫീഷ്യലി ഞാൻ ജീവിതത്തിൽ ഒരുപാട് കടപ്പെട്ടിരിക്കുന്ന കുറേ വ്യക്തികളുണ്ട്. അതിനകത്ത് ഞാനിന്ന് വളരെ ഇമോഷണലാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഇവിടെ ഉണ്ടെന്ന് പറയുന്നത് അത് മറ്റാരുമല്ല, എനിക്ക് ആദ്യമായിട്ട് ഒരു സിനിമയ്ക്ക് അവസരം തന്ന എൻ്റെ ആദ്യ സിനിമയുടെ നിർമ്മാതാവ് ശ്രീ ഡോക്ടർ സജികുമാർ. ധാത്രി എന്ന് പറയുന്ന വലിയ സ്ഥാപനത്തിൻ്റെ ഓണറാണ് അദ്ദേഹം. ഒരു മാജിക്ക് പോലെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നതും ഞങ്ങൾ പരിചയപ്പെട്ടതും ഒരു യാത്രയുണ്ടായതും. യാദൃശ്ചികമായി കഥയെക്കുറിച്ച് അദ്ദേഹം കേൾക്കുകയും അന്ന് രാത്രി
ഡിന്നർ കഴിക്കുമ്പോൾ ഈ സിനിമ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഡോക്ടർ ഒത്തിരി ഇങ്ങനെയാണ് വാക്കുകൾ കൊണ്ടൊന്നും നന്ദി പറഞ്ഞാൽ പോരാ. അതുകൊണ്ട് തന്നെ എൻ്റെ രണ്ടാമത്തെ സിനിമ സൺഡേ ഹോളിഡേ ഞാൻ സമർപ്പിച്ചിരിക്കുന്നതും ഡോക്ടർക്കാണ്. ഒരുപാട് ഒരു സന്തോഷമുണ്ട് ഡോക്ടർ. അതുപോലെ തന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ റിപ്പീറ്റ് അടിച്ച് ഏഴാമത്തെ സിനിമയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അതിൽ 6 സിനിമയിലും 6 സിനിമയിലും നായകൻ ആസിഫ് അലിയാണ്. ഒരു സിനിമ മാത്രം മറ്റൊരാൾ. എങ്കിലും ആ സിനിമയിൽ ആസിഫ് ഉണ്ടായിരുന്നു. ആസിഫിന് പ്രത്യേകിച്ചൊരു സ്വാഗതം പറയേണ്ട ആവശ്യമില്ല, എൻ്റെ കുടുംബം തന്നെയാണ്. ഒരുപക്ഷെ എനിക്ക് എൻ്റെ വൈഫ് കഴിഞ്ഞാൽ എനിക്കൊരു നോട്ടം കൊണ്ട് ഒരാളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന ഈ ലോകത്തിലെ ഒരേ ഒരു വ്യക്തി ശ്രീ ആസിഫ് അലിയാണ്. Very honestly speaking, I had no intention to get into movies at all. The only reason I'm standing here because of 2 people. One is Shamsu and the other one sitting there very quietly, Sanjay. സുരേഷ് മലയാള സിനിമയിലേക്ക് വലതുകാലം വെച്ച് കയറുന്ന ഫസ്റ്റ് പടമാണത്. അപ്പോൾ സുരേഷിനെ എങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചാൽ നമുക്ക് കഴിഞ്ഞിട്ട് കൈയടിക്കാം. ഇതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ സന്തോഷ് ഏച്ചിക്കാനം എന്ന് പറയുന്ന വലിയ റൈറ്റർ ഒരു കഥ പറയാൻ, ഞാൻ കുറേ നാളായിട്ട് സന്തോഷിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവുന്നു. അങ്ങനെ സന്തോഷിൻ്റെ ഫ്ലാറ്റിലേക്ക് സന്തോഷിൻ്റെ കഥ കേൾക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ മനസ്സുകൊണ്ട് സെറ്റാണ് സന്തോഷ് കഥ പറയുന്നുള്ളത്. അങ്ങനെ സന്തോഷ് കഥ പറയാൻ തുടങ്ങുന്നതിന് മുൻപ് ഇദ്ദേഹം ഇവിടെ നിന്ന് ഇറങ്ങി വരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ആരാണത് ചോദിച്ചു. ഇതെൻ്റെ സുഹൃത്ത്, തൊടുപുഴയിലുള്ള കക്ഷിയാണ്. ഞാൻ എന്ത് ചെയ്യുന്നു, പുള്ളി എഴുതും, അത്യാവശ്യം എഴുതും. അപ്പോൾ ഇദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടെന്ന് വായിച്ചു നോക്കുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിലേക്ക് തന്നു. സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ കഥ പറച്ചിൽ എന്തുകൊണ്ടോ അന്ന് നടന്നില്ല. പക്ഷേ തന്നുവിട്ട സ്ക്രിപ്റ്റ് ഞാൻ അന്ന് തന്നെ ഇരുന്ന് വായിച്ചു. പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അതിലൊരു മനോഹരമായ സിനിമ കിടപ്പുണ്ട്. തലവന് മുൻപായിരുന്നു ഈ സംഭവം. അങ്ങനെ തലവൻ്റെ ഷൂട്ടിലൊക്കെ ഈ കഥ ഇങ്ങനെ മനസ്സിലിട്ട് ലാളിച്ച് ഇപ്പോൾ ഞങ്ങൾ ആ സിനിമ സന്തോഷ് ഏച്ചിക്കാനം പരിചയപ്പെടുത്തിയ, സന്തോഷ് ഏച്ചിക്കാനം വഴിമാറി തന്ന സുരേഷിൻ്റെ സ്ക്രിപ്റ്റ് ഞങ്ങൾ ചെയ്യുകയാണ്. ഇനി കൈയടിക്കാം. നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ എത്തിച്ചേർന്നിരിക്കുന്ന വേളയിൽ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഇനി നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം ഈ വേദിയിൽ എത്തിച്ചേർന്നപ്പോൾ നമ്മൾ കണ്ടൊരു മനോഹരമായിട്ടുള്ള കാഴ്ച, ഹി വാസ് ഹഗ്ഗിങ് നമ്മുടെ സ്വന്തം ആസിഫിക്ക് ഒരു വാം ഹഗ് നൽകിയാണ് അദ്ദേഹം ഇവിടേക്ക് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം രേഖപ്പെടുത്തിയത്. ഫ്രം ദാറ്റ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവ തലമുറയിലെ ആളുകളെ എത്രത്തോളം അദ്ദേഹം ചേർത്ത് നിർത്തുന്നുണ്ട് എന്നുള്ളത്, അദ്ദേഹത്തിനോടുള്ള കലയോടുള്ള സ്നേഹം എത്രത്തോളം വലുതാണെന്ന് നമ്മളിവിടെ കണ്ട് മനസ്സിലാക്കുക തന്നെയാണ്. And now, with all your permission, ladies and gentlemen, here I am availing this opportunity to wholeheartedly welcome the Honorable Minister Advocate O.J. Ganesh on the floor. ഞാൻ വേദിയിലേക്ക് കടന്നു വന്ന സമയത്ത് തന്നെ ഞാൻ പ്രിയപ്പെട്ട ആസിഫിക്കയുടെ അടുത്ത് പറഞ്ഞു, ബണ്ണിയുടെ ശബ്ദം ആദ്യമായിട്ട് നേരിൽ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഏതാണ്ട് ഞങ്ങളുടെയൊക്കെ ഒരു കോളേജ് സമയത്ത് പിന്നെ അല്ലു അർജുൻ്റെ സിനിമകൾ കാണുമ്പോൾ അല്ലു അർജുൻ്റെ ശബ്ദമായി കേട്ടിരുന്ന ഒരാൾ ശ്രീ ജിസ് ജോയി ആണെന്നുള്ളത് കുറേ കഴിഞ്ഞിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്ന് ആ ശബ്ദമൊക്കെ നേരിൽ കേട്ടു. ശ്രീ ആസിഫിക്കയുടെ ഒരു പുതിയ ചിത്രം പ്രിയപ്പെട്ട ഷംസുദ്ദീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ശ്രീ ജിസ് ജോയി സംവിധാനം ചെയ്യുന്നു. ഏതാണ്ട് 6ാമത്തെ ചിത്രമാണ് നിങ്ങൾ ഒരുമിച്ചത്. അത് ഞാൻ അദ്ദേഹം വിളിച്ച സമയത്ത് തന്നെ പറഞ്ഞു, ഡയറക്ടർ ജിസ് ജോയി ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഒരു തമാശയിൽ ചോദിച്ചു, അപ്പോൾ നായകൻ ആസിഫാണോ എന്ന് തമാശ രീതിയിൽ ചോദിച്ചു. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പുതിയ ചിത്രത്തിൻ്റെ ടൈറ്റിൽ ലോഞ്ചിൽ കൂടി പങ്കെടുക്കാൻ വേണ്ടി കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നു. ഈ ചിത്രം ഒരു സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരു വലിയ മലയാള ചലച്ചിത്ര രംഗത്ത് ഒട്ടനവധിയായ ചലച്ചിത്ര മേഖലയിൽ ഒരുപാട് സിനിമകൾക്ക് പങ്കെടുക്കാനും അഭിനയിക്കാനും അതിന് നേതൃത്വം കൊടുക്കാനും സംവിധാനം ചെയ്യാനും നിർമ്മിക്കാനൊക്കെ ഈ ചലച്ചിത്രത്തിൻ്റെ എല്ലാ ക്രൂവിനും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ടൈറ്റിൽ എനിക്ക് തോന്നുന്നു പ്രയാസം ചെയ്യണം. ഓൾറൈറ്റ്, അപ്പോൾ പിന്നെ നമുക്ക് ടൈറ്റിൽ ലോഞ്ചിലേക്ക് നേരിട്ട് കിടക്കാം അല്ലേ. അപ്പോൾ സാറിൻ്റെ പ്രസൻസോട് കൂടി സിനിമയിലെ താരങ്ങളെയും ക്രൂ മെമ്പേഴ്സിനെയും നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ടൈറ്റിൽ ലോഞ്ചിലേക്ക് കടക്കുന്നതിന് മുന്നായി ഒരിക്കൽ കൂടി സാറ് പറഞ്ഞതുപോലെ അല്ലു അർജുൻ്റെ സൗണ്ട് ഇങ്ങനെ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജിസ് ജോയ് സാറിൻ്റെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ടു ജോയിൻ ഫോർ ദ ടൈറ്റിൽ ലോഞ്ചിങ് സെറിമണി.
സ്റ്റേജിൽ പറയേണ്ട ഒരു കാര്യമുണ്ട് ആസിഫിക്ക. കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്ന നിങ്ങൾ രണ്ടുപേരും ചേർന്ന് നിൽക്കുന്ന ഒരു പിക്ചർ, എൻ ഫ്രണ്ട് പോലെ ആരും മച്ച എന്ന പാട്ടൊക്കെ ഇട്ട് BGM ഒക്കെ ഇട്ട് നമ്മളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് കാലം നമ്മൾ കാത്തിരിക്കണം ആ ഒരു മാജിക് സ്ക്രീനിൽ ഒന്നുകൂടെ കാണാനായിട്ടല്ലേ. എങ്ങനെയുണ്ട്? ഇപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു കണ്ണുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഇമോഷനാണ്, ആ ഒരു ബോണ്ടാണ് നിങ്ങൾ തമ്മിലുള്ളത് എന്നുള്ളത്. സോ 7th ഫിലിം, ഹൗ യു ഫീലിംഗ് അബൌട്ട് ദാറ്റ്? പുതിയതായിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാനുണ്ടാകോ സെറ്റിൽ? പുതിയത് തന്നെയാണ്, ഡെഫിനറ്റ്ലി പുതിയത് തന്നെയാണ്. കാര്യം ഇതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയതും അത് തന്നെയാണ്. ഓരോ സിനിമ ചെയ്യുമ്പോഴും ഇപ്പം ഫീൽ ഗുഡ് എന്ന ആളുകൾ എടുത്ത് പറയുന്നത് എനിക്ക് തോന്നുന്നു സൺഡേ ഹോളിഡേ ഒരു വലിയ ഹിറ്റ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ കുറച്ച് ക്രിമിനൽ മൈൻഡൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ് ജിസ് ജോയി. അപ്പോൾ അത് വളരെ നന്നായിട്ട് ഈ സിനിമയിലേക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു കളർ സ്കീമും ഇവിടെ കാണിച്ച് AI പോസ്റ്ററും ഒക്കെ കണ്ടപ്പോൾ മനസ്സിലാക്കാണ് ഇതൊരു ഫീൽ ഗുഡ് സിനിമയല്ല എന്നുള്ളത്. പിന്നെ പേഴ്സണലി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ്. എൻ്റെ എന്ത് മണ്ടത്തരം ഞാൻ ചെയ്താലും ആദ്യം അഭിപ്രായം ചോദിക്കുന്നതും എന്നെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റും എന്ന് വാശി പിടിക്കുന്നതും എൻ്റെ സുഹൃത്താണ്. എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. അതിൻ്റെ കൂടെ ആസിഫിക്ക പോകാൻ ധൃതി വയ്ക്കാൻ തോന്നുന്നു. പക്ഷേ ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട്. സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത ഒരു വൈറൽ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ അതാ കട്ടി മീശയായിട്ടൊക്കെ ഇങ്ങനെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ മീശ വിരിക്കുന്ന ഒരു വീഡിയോ, ആ ഒരു മൊമെൻറ്റിലേക്ക് ഒന്നുകൂടെ ഇങ്ങനെ ഓർമ്മ പുതുക്കിക്കൊണ്ട് ഇപ്പോൾ ഇത്രയും പേര് നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു ഹാളിൽ, ഇത്രയും മീഡിയയുടെ ഫ്രണ്ടിൽ ലൈവായിട്ട് ആ മീശ വിരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? എല്ലാവരും റെഡിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു, ഞാനിത് സിനിമയ്ക്ക് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് വെച്ച മീശയാണ്. സിനിമയെ പിരിച്ച പോരെ, ഇവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതെല്ലാവരും ഏച്ചെടുക്കട്ടെ. അപ്പോൾ തിയേറ്ററിൽ കണ്ട് നമുക്കത് കൂടുതൽ എൻജോയ് ചെയ്യാം. അതിന് കൂടുതൽ രോമാഞ്ചം നമുക്ക് നൽകുന്നതിനായിട്ട് ഇപ്പോൾ നമ്മൾ കേട്ട ട്രാക്ക് കൂടെ നമ്മൾ പ്ലേ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു ഫീലിൽ അസലായിട്ടൊന്ന് മീശ പിരിച്ച് നമ്മളെ ഒന്ന് കൂടുതൽ എൻ്റർടൈൻ ചെയ്യാനായിട്ട് ആസിഫിക്കിനോട് റിക്വസ്റ്റ് ചെയ്യാണ്. ജസ്റ്റ് ചേട്ടാ മൈക്ക് മാറ്റിട്ട് അങ്ങ് മീശ വിരിപ്പിക്കാനല്ലേ. So here comes the moment, everybody be ready to capture this, and here is the BGM. എത്ര വട്ടം ചെയ്യിപ്പിക്കണം? once more. ഒരു വട്ടം കൂടെ പോട്ടെ, ഒരു വട്ടം കൂടെ, 10 വട്ടം കൂടെ ചെയ്യിപ്പിക്കണം നമുക്കുണ്ട്. എന്നാലും but still യെസ് എല്ലാവർക്കും കിട്ടിയല്ലേ. താങ്ക് യു സോ മച്ച് ആസിഫിക്ക. എപ്പോഴും ആസിഫിക്ക സ്റ്റേജിൽ വരുമ്പോൾ ഇതുപോലെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനായിട്ടുള്ള മൊമെൻറ്റ് ഗിഫ്റ്റ് ചെയ്തിട്ടാണ് എപ്പോഴും പോവുക. അത് ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ഫോർ ബീങ് ദ ബോയ് നെക്സ്റ്റ് ഡോർ ഇൻ ദ മലയാളം ഫിലിം ഇൻഡസ്ട്രി. താങ്ക് യു സോ മച്ച്. ഏറ്റവും സന്തോഷം ഫാമിലിയുടെ കൂടെയാണ് ഈ ഒരു മൊമെൻറ്റ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലേ. ആൾ സ്റ്റേജിലേക്ക് വരുന്നതിന് മുന്നേ മോനെ നോക്കി എന്തോ എക്സ്പ്രഷൻ കിടുന്നത് ഞാൻ കണ്ടായിരുന്നു. എന്താ കൺവേ ചെയ്തേ? മോനോട് എന്താ പറഞ്ഞേ? അല്ല, ഡാഡേനെയാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ മോനെ ആരെയാണ് വിളിക്കുന്നതെന്ന്? ഇല്ലേ? സന്തോഷമായോ? ഒന്നും പറയുന്നില്ല അല്ലേ? താങ്ക് യു സോ മച്ച് ആസിഫിക്ക. റിക്വസ്റ്റിംഗ് യു ടു കൈൻഡ്ലി സെറ്റിൽ ഡൗൺ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആസിഫ് പറഞ്ഞ പോലെ തന്നെ ഞാനും കുറച്ച് നെർവസാണ്. ആക്ച്വലി ഞാൻ കോളേജിലൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് വളരെ നന്നായി, വളരെ പക്വമായിട്ട് സംസാരിക്കാൻ പറ്റാറുണ്ട്. പക്ഷേ ഇത്രയും മീഡിയയും ഇത്രയും എല്ലാവരും നിൽക്കുമ്പോൾ ഞാൻ തന്നെ സഞ്ജയേട്ടൻ്റെതൊക്കെ പറയുണ്ടായി എനിക്കും പറയാൻ കുറച്ച് നെർവസ്നെസ് ഉണ്ടെന്ന്. ഞാൻ ഇത്രയും കാലമായിട്ട് ആകെ 3 സിനിമകളെ ചെയ്തിട്ടുള്ളൂ. 1983 നിന്ന് തുടങ്ങി ഇത്ര കാലത്തിനുള്ളിൽ ആകെ 3 സിനിമയെ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ആ സിനിമകൾ കഴിഞ്ഞ് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ എനിക്ക് അവസരം തന്ന ജിസ് ജോയോടും അതേപോലെ ആസിഫിനോടുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്. കാരണം ഇവരുടെ ഒരു കോംബോ ഫിലിം, അല്ലെങ്കിൽ ഈ മലയാളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് കൊമേഴ്ഷ്യൽ കോമ്പോസ് ആണ് അവർ. എനിക്ക് ഒരുപാട് എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ വർഷം US പോയി അവനിടയായി. US ചെന്ന് ഒരു 20 ദിവസം എനിക്ക് അവിടെ താമസിക്കണം. അങ്ങനെ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി എയർപോർട്ടിൽ വന്ന ഒരു യോയോ പയ്യൻ. ഈ യോയോ പയ്യൻ ഭയങ്കര ഈ ടെസ്ലയുടെ ഏറ്റവും വില കൂടിയ ഒരു കാറുമായിട്ടാണ് വന്നത്. അപ്പോൾ ഈ കാറ് പുള്ളി ഇങ്ങനെ വിളിക്കുമ്പോൾ കാറ് തനിയെ അടുത്തേക്ക് വരുന്നു, കയറുന്നു, തനിയെ ഓടിച്ചുകൊണ്ട് പോകുന്നപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ഭയങ്കര ന്യൂജൻ കാറ്, ഇല്ലാത്ത ഫീച്ചേഴ്സ് ഇല്ല. അപ്പോൾ ഈ ഇത്രയും വലിയ ഫീച്ചേഴ്സ് ഉള്ള ന്യൂജൻ കാറിൽ യോയോ പയ്യനോട് ഒരു പാട്ട് പ്ലേ ചെയ്യാവോ, നമുക്ക് 2 മണിക്കൂർ യാത്രയില്ലേ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി ഇട്ട പാട്ട് യാരോ ഇവൻ യാരോ സ്വന്തം യാർത്താൻ ഇവനോ, മെയ്യഴകൻ സ്വന്തം ഗോവിന്ദ് വസന്ത. അപ്പോൾ ആ പാട്ട് കേട്ടു.
20 ദിവസവും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ വേറെ ആൾക്കാരുടെ കാറിൽ കയറുമ്പോഴും സ്വന്തമായിട്ട് കാർ ഓടിച്ച് പോകുമ്പോഴൊക്കെ ഇത് ലൂപ്പിലാവാൻ തുടങ്ങി. ഈ പാട്ട് ഞാൻ പോലും അറിയാതെ രാത്രി കിടക്കുമ്പോഴൊക്കെ കമൽഹാസൻ സാറിൻ്റെ സ്വരത്തിലും കൂടിയാണ് കേൾക്കുന്നത്. അപ്പോൾ ഈ പാട്ടിൻ്റെ പല്ലവി എൻ്റെ മനസ്സിലും ഞാൻ പാടാൻ തുടങ്ങി. യാറോ ഇവൻ യാറോ, യാരടാ ഇവൻ, നാട്ടിലെത്തി അടുത്തൊരു പടം ചെയ്യുന്നുണ്ടെങ്കിൽ ഇവനെ വെച്ചിട്ടേ ചെയ്യുന്നുള്ളൂ. നമ്മുടെ ഹൃദയത്തിന്റെ അങ്ങേ അറ്റത്ത് പോയി സ്പർശിച്ചിട്ടുള്ള the magician on violin in everything that he does. Ladies and gentlemen, we are now welcoming on stage the one and only Govind Vasantha. Perfect ഒരു മൊമെന്റിൽ തന്നെയാണ് സ്റ്റേജിലേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ ടൈറ്റിൽ ലോഞ്ച് ചെയ്തപ്പോൾ ആ ഒരു ഹോണ്ടിങ് ആയിട്ടുള്ള മ്യൂസിക് ഒക്കെ നമ്മൾ കേട്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അത്രത്തോളം വലുതായിരുന്നു. ആൻഡ് വി ആർ സോ എക്സൈറ്റഡ് ടു ലിസൺ ടു യുവർ മ്യൂസിക്സ് കമ്മിങ് ത്രൂ ദ ഫിലിം. ഹൗ ആർ യു ഫീലിംഗ്? ഞാൻ ആസിഫിൻ്റെ കഴിഞ്ഞ സർക്യൂട്ടിൽ ആണ് കഴിഞ്ഞ എൻ്റെ ആക്ച്വലി മലയാളം പടം. ആൻഡ് സർക്യൂട്ട് ഇസ് വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് ഫിലിംസ്. ഞാൻ ഇതുവരെ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടങ്ങൾ, ഞാൻ അത്രയും മനസ്സറിഞ്ഞ് ചെയ്ത സിനിമയാണ്. ആസിഫിൻ്റെ അടുത്ത് പലതവണ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ പുള്ളിയുടെ അടുത്ത പടം എനിക്ക് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് ജിസ് ചേട്ടൻ്റെ കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മലയാളികൾ എല്ലാവരും കാത്തിരിക്കുകയാണ് ഈ ഒരു കോംബോ വീണ്ടും തിയേറ്ററിൽ കാണാനായിട്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇഫ് ഐ കുഡ് യൂസ് ദാറ്റ് ലിബർട്ടി, തേപ്പുകാരി എന്ന ടൈറ്റിൽ മാറുമോ? എന്താണ് ഇനി പ്രതീക്ഷിക്കുന്നത്? ഹൗ ആർ യു ഫീലിംഗ് അബൌട്ട് ദിസ് കോംബോ ബീങ് ബാക്ക് ടുഗെദർ? തേപ്പുകാരി എന്ന ടൈറ്റിൽ മാറി എന്നാണ് ഞാൻ വിശ്വസിച്ചത്. ബട്ട് ഐ തിങ്ക് ദിസ് മൂവി ഈസ് എ ലോട്ട് മോർ സ്പെഷ്യൽ. കാരണം ഇപ്പോൾ യൂസ് ചെയ്ത തേപ്പുകാരി എന്ന ടൈറ്റിൽ അത് മാറ്റിയ വൺ ഓഫ് ദ പീപ്പിൾ വാസ് ഐ തിങ്ക് ഷംസു with Kane Kane, Shamsuddin and Manu. There's one more person, Ahmed, who's in the audience with Madhuram. So our രണ്ട് സിനിമയാണ് ഐ തിങ്ക് തേപ്പുകാരി എന്ന ടൈറ്റിൽ മാറ്റിയത്. സോ ഐ തിങ്ക് ദിസ് ഫിലിം ഇസ് എ ലോട്ട് മോർ സ്പെഷ്യൽ ബിക്കോസ് ഓഫ് ദാറ്റ്. എനിക്ക് ഇറ്റ്സ് മൈ സെക്കൻഡ് ഔട്ടിംഗ് വിത്ത് ജിസേട്ടൻ ആൻഡ് ആസിഫ് ആൻഡ് മൈ തേർഡ് വിത്ത് ഷംസു വിത്ത് Kane Kane Eyes and now Kottayam Belt. അപ്പോൾ ഐ എം വെരി എക്സൈറ്റഡ് ആൻഡ് ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. നമ്മൾ തിരുവനന്തപുരം ബെൽറ്റ്, കൊച്ചി ബെൽറ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇപ്പോൾ കോട്ടയം ബെൽറ്റ് അല്ലേ? പക്ഷെ ഞാൻ ബെൽറ്റ് ഇട്ടിട്ടില്ല. അസിഫിൻ്റെ കൂടെ ഞാൻ ആദ്യം ചെയ്യുന്ന പടം ട്രാഫിക്, അന്ന് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു. ഇത് മൂന്നാമത്തെ ചിത്രം അല്ലേ? യൂഷ്വലി നമ്മൾ തർക്കുത്തരം അല്ലെ അങ്ങനെ പറഞ്ഞിട്ടാണ് ശീലം. എന്നാൽ മേ ബി ഒരു ചാൻസ് ഞാൻ വേറെ ആർക്കെങ്കിലും തരട്ടെ? ജിസ് ചേട്ടനെ തരട്ടെ? ഇല്ല, ഒരു ചാലഞ്ച് ഏറ്റെടുക്കുന്നില്ല. ഡോക്ടർ റോണിക്ക് വേണമെങ്കിൽ എടുക്കാം. റോണിയാണ് നമ്മൾ സ്ഥിരമായി ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ ആയതുകൊണ്ട് പറയല്ല. ഉണ്ടയുടെ സെറ്റിൽ വെച്ചിട്ട് തിരിച്ച് മമ്മൂക്കൊരു ഗുളിക കൊടുത്ത വൈകി എടുത്ത് വായിലിട്ടു. ഇതൊന്നും ചോദിക്കാതെ പറയാതെ, അല്ല ഗുളികയല്ലേ ഇതിപ്പോൾ വല്ലതും ആ സീൻ ഓർമ്മയില്ലേ? അല്ല ഡോക്ടറാണെന്ന് വെച്ചിട്ട് കിട്ടണമൊക്കെ ഗുളിക കഴിച്ചിട്ട് കാര്യമുണ്ടോ ഓർമ്മയുണ്ടോ ആ സീൻ? അത് മമ്മൂക്ക ഡോക്ടറല്ലാട്ടോ, വക്കീലോ. We have also been fascinated by his acting skills. സുമതി വളവ് പണി സിനിമകളിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള മുഖമാണ്. അപ്പോൾ പുതിയ സിനിമ വിശേഷമാണ് ഇനിയിപ്പോൾ നമ്മളോട് പറയാനുള്ളത് അല്ലേ? ഗുഡ് ഈവനിങ്. ക്ഷമിക്കണം, എൻ്റെ സൗണ്ട് പോയിരിക്കുകയാണ്. എന്നാലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരുപാട് സന്തോഷം. ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ 2-3 പ്രോജക്റ്റ് തീർത്തിട്ട് ഞാൻ UK തിരിച്ചു പോകാൻ വേണ്ടി ടിക്കറ്റും ബുക്ക് ചെയ്ത് പറയും ഇരിക്കുന്ന സമയത്താണ് ഞാൻ പോകുന്നതിൻ്റെ ഒരു 3 ദിവസം മുമ്പാണ് എനിക്ക് ജിസിൻ്റെ കോള് വരുന്നത്. ബോജടാ നമ്മളിങ്ങനെ ഒരു സിനിമ ചെയ്യണം, അപ്പം ഞാൻ പറഞ്ഞു എന്നത്തേക്കാണ് തുടങ്ങുന്നത്? നമ്മൾ ഉടനെ തന്നെ തുടങ്ങാൻ പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു UK ഒന്ന് പോയിട്ട് വന്നാലോ? ഇല്ല, സമയമില്ല എന്ന് പറഞ്ഞു. ഞാനൊന്നും ചോദിച്ചില്ല ഇന്ന് വരെ. ഈ സിനിമയോ സിനിമയുടെ കഥാപാത്രത്തിനെക്കുറിച്ചോ ഒന്നും ഞാൻ ചോദിച്ചില്ല. കാരണം വിളിച്ചിരിക്കുന്ന ജിസ്സാണ്. ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചു, ആരൊക്കെയാണ് അഭിനയിക്കുന്നത്? ആസിഫ് അലി എന്ന് പറഞ്ഞു. ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഞങ്ങൾ UK ഒരുപാട് സൗഹൃദങ്ങളുള്ള ഒരാളാണ്. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്നൊരു വ്യക്തിയാണ് ആസിഫ്. അതുപോലെ തന്നെ ജിസ് അടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇത്രയും നല്ലൊരു ക്യാരക്ടർ, വളരെ സ്വീറ്റായിട്ടൊരു പേഴ്സണാലിറ്റി. പിന്നെ ഇതിൽ അഭിനയിക്കുന്ന ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ പേരുകൾ പറഞ്ഞപ്പം ഞാൻ സിനിമയിൽ അഭിനയിച്ച് തുടങ്ങിക്കഴിഞ്ഞ് എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന, കൂടെ അഭിനയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുകൾ ഈ സിനിമയിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങളോടൊപ്പം ഇതിൻ്റെ ടൈറ്റിൽ ഇപ്പോഴാണ് ഞാൻ കാണുന്ന ഒരു ഗംഭീര ടൈറ്റിൽ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി, കോട്ടയം ബെൽറ്റ്. ഞാൻ ആസിഫിൻ്റെ കൂടെ എനിക്കിങ്ങനെയൊരു വേഷം ഓഫർ ചെയ്ത ജിസിനോടും ഇതിൻ്റെ തിരക്കഥാകൃത്തിനോടും ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനോടും എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. നാളെ ഞങ്ങൾ തുടങ്ങുകയാണ്.
എല്ലാവരും അനുഗ്രഹം വേണം. താങ്ക് യു സോ മച്ച്. മലയാള സിനിമയ്ക്ക് കിട്ടിയൊരു ഭാഗ്യം തന്നെയാണ് ചിദംബരം എന്ന ഡയറക്ടർ. അത് 3 സിനിമയാണെങ്കിലും നമ്മൾ അങ്ങേയറ്റം ആഘോഷിച്ച നമ്മുടെ എല്ലാവരുടെയും മനസ്സ് നിറച്ച സിനിമകൾ തന്നെയാണ്. സ്റ്റാർട്ടിംഗ് ഫ്രം ജാനേമൻ, മഞ്ഞുമൽ ബോയ്സ് ആൻഡ് വെരി റീസെന്റ് ടു ബാലൻ, all classic epic films, and now Sri Chidambaram is here with us. Ladies and gentlemen, thank you so much for coming over. And എന്താണ് ഈ ഒരു മൊമെന്റിൽ പറയാനുള്ളത് സർ? എന്താ പറയേണ്ടത് എനിക്കും അറിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ജിസേട്ടാ ഫോർ ദ ഇൻവൈറ്റ്. വിളിച്ചില്ലെങ്കിലും വരും. എൻ്റെ സ്വന്തം ജ്യേഷ്ഠൻ്റെ സിനിമയാണ്, സ്വന്തം ഫാമിലിയുടെ സിനിമയാണ്. സോ ആസിക വാസ് ഓൾവേസ് എ സപ്പോർട്ട്. ജിസേട്ടൻ എല്ലാവരും വെരി ഹാപ്പി ഫോർ ദ ക്രൂ ആൻഡ് എക്സൈറ്റഡ് ഫോർ ദ ഫിലിം. ജിസേട്ടാ ടൈറ്റിൽ പൊളിച്ചു, ഒരു രക്ഷയില്ല. ഗ്രേറ്റ്. സോ വെരി എക്സൈറ്റഡ്. താങ്ക് യു സോ മച്ച്. ക്യാരക്ടർ റോൾസ് അതിഗംഭീരമായി തന്നെ ഓരോ സിനിമയിലും നമുക്ക് സമ്മാനിച്ച വണ്ടർഫുൾ ആക്ടറാണ്. ഞാൻ എൻ്റെ കുടുംബത്തിലെത്തിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും നിങ്ങൾക്ക് അന്യരായിരിക്കാം, പക്ഷേ എനിക്ക് അന്യരല്ല. അത് ചിദംബരമായാലും അപ്പുറത്തിരിക്കുന്ന സഞ്ജയ് ആയാലും ജിസ്ജോയ് ആയാലും ഷൈൻ ടോം ചാക്കായാലും അവൻ കൈ പൊക്കി കാണിച്ചിട്ടാണ് പറഞ്ഞത് എൻ്റെ പേരൂടെ പറയണമെന്ന്. ഞാൻ ആ കുടുംബാംഗമാണ്, അതിൽ അഭിമാനം കൊള്ളുന്ന ആളാണ്. നമ്മുടെ ഒരു കമ്മ്യൂൺ എന്ന് പറയുന്നത് ഒരു സിനിമ കഴിഞ്ഞിട്ട് ബ്രേക്ക് ചെയ്ത് പോകുന്നതല്ല. എവിടെയൊക്കെയോ മനുഷ്യരുടെ ബന്ധങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നതാണ് ഓരോ ലൊക്കേഷനും ഓരോ മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങളും. താങ്ക് യു സോ മച്ച്. ഈ സിനിമയ്ക്ക് എല്ലാവിധ പ്രാർത്ഥനയും ആശംസയും. ശ്രീകാന്ത് സാറിൻ്റെ സാന്നിധ്യം കൂടെ സ്റ്റേജിൽ നമ്മൾ ആഗ്രഹിക്കുകയാണ് ഈ ഒരു നിമിഷത്തിൽ. ആസിഫിൻ്റെ കൂടെ 7ാമത്തെ സിനിമ, ജിസിൻ്റെ കൂടെ 5ാമത്തെ സിനിമ. പക്ഷേ ജിസുമായിട്ട് ഒരു 20-21 വർഷമായിട്ടുള്ള അടുത്ത ബന്ധമുണ്ട്. ഓരോ സിനിമയും ചലഞ്ചാണ്. കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ ഫീൽ ഗുഡിൻ്റെ ആൾ മാറ്റിപ്പിടിക്കുമ്പോൾ ഉത്തരവാദിത്വം കൂടും. Just Joy sir and everybody involved. Hi Shruti, how's it going? Dr. Rani, everybody, Asif Ali, congratulations. Thank you for inviting me to be part of this movie. എനിക്ക് തോന്നുന്നു ആസിഫിൻ്റെയും ജെസ്സിൻ്റെ രണ്ടുപേരുടെയും സിനിമകൾ ഇൻ്റർവ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ് ഈ സിനിമ പ്രൊമോഷൻ സ്പേസുകളിൽ. അപ്പോൾ അവർ ഒന്നിക്കുന്ന മറ്റൊരു സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷം. താങ്ക് യു മാൻ, താങ്ക് യു ജിസ്, താങ്ക് യു. ആൻഡ് ഐ ജസ്റ്റ് ഹാവ് വൺ ക്വസ്റ്റ്യൻ. അത്രത്തോളം അപ്രിസിയേഷൻസ് ആയിരിക്കും ലഭിക്കുന്നതല്ലേ ആ സിനിമയിലെ സൈലൻസ് ആണെങ്കിലും ഏത് എക്സ്പ്രഷൻ ആണെങ്കിലും യു ഹാവ് ഡെലിവേർഡ് ഇറ്റ് സോ വെൽ. സോ മെച്യൂർഡ് ആക്ടർ ഒരു വൈബ് തന്നെയാണ് നമുക്ക് എല്ലാ സീനിലും കിട്ടുന്നത്. ആൻഡ് യു ആർ വൺ ഓഫ് ദ സ്ട്രോങ് പോയിന്റ് ഓഫ് ദ ഫിലിം. സോ ഹൗ ഈസ് യുവർ ലൈഫ് നൗ ആഫ്റ്റർ ബാലൻ? Thank you so much. Life hasn't changed as much. Everything is just the same except for the fact that I'm invited to events like these. I'm very happy to be here. Thank you, sir, for having me here. It's a very special moment and I'm happy to share it with team Kottayam Belt. All the very best to the entire team, to the producers, to the cast and crew, Asif Ali, Just Joy, the rest of the cast and crew. Happy journey and I think I'll see you all at the cinemas. All the best. We also wish to see you soon in cinemas and let your journey be also be very lovely, very wonderful. Thank you so much. ഗണുവിനോട് ചോദിക്കുകയായിരുന്നു, ഗണു ഒത്തിരി പേര് ഓഡീഷൻ ചെയ്തല്ലോ ബാലിന് വേണ്ടിയിട്ട്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പെർഫോമൻസ് ആവശ്യമുണ്ട്, അപ്പോൾ അതിനെ പറ്റി ആരെങ്കിലും ഒന്ന് സജസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ ഗണു പറഞ്ഞു അങ്ങനെ പ്രത്യേകിച്ച് ഈ ക്യാരക്ടറിനെ പറ്റി ആരും പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, ഒരാളെ അയച്ചു തരാം, ചേട്ടൻ പടം കണ്ടതല്ലേ, അതിലെ പോലീസ് ക്യാരക്ടർ ചെയ്ത സാൻഡ്രയെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. എന്നെ സാൻഡ്രയെ വിളിച്ചു, സാൻഡ്ര നേരെ ഓഡീഷന് വന്നു. ഓഡീഷൻ കണ്ട് ഞങ്ങൾ എല്ലാവരും ഞെട്ടി. അത്രയും മനോഹരമായിട്ട് പെട്ടെന്ന് ഡയലോഗ്സ് ബൈഹാർട്ട് ചെയ്തു. അങ്ങനെ ഒരുപാട് സ്നേഹത്തോടു കൂടി ബാലൻ എന്ന വലിയ ഹിറ്റിന് ശേഷം സാൻഡ്രയെ ഞങ്ങളുടെ സിനിമയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സാൻഡ്രയ്ക്ക് സ്റ്റേജിലേക്ക് വരാം കേട്ടോ. ഒരു പക്ഷേ നമ്മൾ കൂടുതൽ അറിയുന്നത് കോൺസ്റ്റബിൾ സിസ്ലി ആയിട്ടായിരിക്കും. ഹാർട്ടി വെൽക്കം. I know you'll be very excited and we are curious to get to know what you have to tell us right at this moment. എല്ലാവർക്കും നമസ്കാരം. ഇതെൻ്റെ സെക്കൻഡ് മൂവിയാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഗ്രേറ്റ്ഫുള്ളാണ്. ആസിഫിക്ക, ജിസ് ജോയ് സർ, ഈ കോംബോയെ പറ്റി ഞാൻ ഇനി സംസാരിക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. പിന്നെ ടൈറ്റിലിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട്. ആ മ്യൂസിക് ആണെങ്കിലും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഭയങ്കര സോ എല്ലാവരുടെ ബ്ലെസ്സിങ്സ് വേണം.
താങ്ക് യു. മൂവിയുടെ കഥ ആലോചിക്കുന്ന സമയം തൊട്ട് അല്ലെങ്കിൽ കഥ കേട്ട് തുടങ്ങുന്ന സമയം തൊട്ട് ഓരോ അപ്ഡേറ്റും രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം എന്നുള്ള പോലെ അറിയാം. നമ്മൾ കുറച്ച് മൂവീസ് ക്രിയേറ്റീവ് കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഐ നോ സം പാറ്റേൺസ് കുറച്ച് പേരുടെ. ഇത് സുഹൃത്തായതുകൊണ്ട് കൂടുതൽ പറയുന്നതല്ല, ഹാർഡ് വർക്കിംഗ്. ഇത് 3:20 വിളിക്കുമ്പോൾ പോലും എഴുത്തിലാണ്, അതിൽ ഒരു കോംപ്രമൈസ് ചെയ്യാതെ ഇതൊരു ഗംഭീര സംഭവം എന്ന് ഉറപ്പാണ്. ജിസിൻ്റെ എനിക്കറിയാം, ഞങ്ങൾ കുറച്ച് കാലമായിട്ടുള്ള പരിചയമേ ഉള്ളൂ എനിക്ക്. പക്ഷേ ആ സമയം തൊട്ട് ദ കൈൻഡ് ഓഫ് സീരിയസ്നെസ്, ദ വേ ഹി ലുക്സ് അറ്റ് മൂവീസ്, നമുക്കത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എനിക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ ഫാമിലിയിലെ പ്രോഗ്രാം ആയതുകൊണ്ടാണ് ഞാൻ സ്റ്റേജിൽ കയറിയത്. അപ്പോൾ ഭയങ്കര സന്തോഷം ജിസേട്ട. കാര്യം ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഓൾമോസ്റ്റ് ചെറുപ്പം മുതലേ ഇവരുടെ കണ്ടാണ് വളരുന്നത്. ജിസേട്ടൻ എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ എന്നേക്കാൾ കൂടുതലുള്ളതാണ് ഇക്കയുടെ കൂടെ. അപ്പോൾ എനിക്കിതൊരു ഫാമിലി ഫംഗ്ഷനാണ്. സോ ഓൾ ദി ബെസ്റ്റ് ജിസേട്ട. 9 വർഷത്തിന് ശേഷം വീണ്ടും സിനിമയുടെ താരങ്ങൾ എത്തിയിരിക്കുകയാണ്. ഒരുമിച്ച് ഒരു ഫോട്ടോ, ഐ മീൻ സോഷ്യൽ മീഡിയ എല്ലാവരും ഒന്ന് റിമൈൻഡഡ് ആവട്ടെ. ദിസ് ഈസ് ദ 9th year of Sunday holiday and what a wonderful moment to celebrate on this day. You can smile, smile, smile. എടാ മോനെ, സ്നേഹമെന്ന് പറയുന്നത് ഒരു തോന്നലാണ്. നമ്മളെ തേച്ചിട്ട് അങ്ങ് പോവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അതാണ് നമ്മൾ ജീവിതം. അതൊരു ഗുമ്മാണ്, ചുമ്മാ അങ്ങ് ചിരിച്ചു വിട്ടുക എന്ന് പറഞ്ഞ ഒരു ഡയലോഗാണ് ആ സിനിമയിൽ. ഞാനിപ്പോൾ പറഞ്ഞ ഭാഷയല്ല അന്ന് ജിസ് എഴുതി വെച്ചത്.